PM ശ്രീ വിവാദത്തിൽ CPIM-ന്റെ അനുനയ നീക്കം പാളുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ച CPI. 2 അംഗ ഉപസമിതിയെ നിയോഗിക്കാമെന്ന് MA ബേബി നിർദ്ദേശിച്ചുവെങ്കിലും CPI ഉപാധി വെച്ചു. ഉപസമിതിക്ക് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തിന് കത്തയക്കണം എന്നുമാണ് ആവശ്യം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. നവംബർ 4-ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ അതിനിർണായകമാകും. PM ശ്രീയിൽ ഉടലെടുത്തത് രണ്ടാം പിണറായി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പ്രശ്നപരിഹാരത്തിനായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല. പദ്ധതിക്കായി 2 അംഗ ഉപസമിതിയെ വെക്കാമെന്ന നിർദ്ദേശം തള്ളിക്കളയാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഉപസമിതിയെ നിയോഗിക്കുന്നതിന് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണം. ഇതാവശ്യപ്പെട്ട കേന്ദ്രത്തിന് കത്തയക്കുകയും അത് പ്രസിദ്ധപ്പെടുത്തുകയും വേണം. പദ്ധതിയിൽ നിന്ന് പിന്മാറാത്ത സാഹചര്യത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും നിലപാടെടുത്തു കഴിഞ്ഞു. PM ശ്രീ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും ദേശീയ നയത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കം അകറ്റി നിർത്തുമെന്നും പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ V ശിവൻകുട്ടി പറയുന്നു. സംസ്ഥാന കൗൺസിൽ ചേരുന്ന നവംബർ 4-ന് മുൻപ് സമവായ നീക്കത്തിനാണ് ശ്രമം. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിന്നാൽ സർക്കാരിന് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന വിമർശനമുയരും. നവംബർ 1-ന് വിളിച്ചു ചേർക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനവും ചോദ്യചിഹ്നമായി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.